ഹരീഷ് പറയും നാട്ടുകാരെ ഓരോന്ന് പറഞ്ഞിട്ടായിരിക്കും കല്യാണം മുടങ്ങിയതെന്ന്. അച്ഛൻ പറയും വെറുതെ നാട്ടുകാരെ പറയണ്ട, ഇതാ ഇവിടെ നിൽക്കല്ലേ അവളുടെ അമ്മയും അമ്മാവനും. സുഭാഷ് പറയും അതൊക്കെ വിട്, എന്തായാലും എനിക്ക് ആ പെണ്ണിനെ അത്രയ്ക്ക് അങ്ങ് പിടിച്ചില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ സുനന്ദയ്ക്ക് സന്തോഷമാവും. സുഭാഷ് അടുക്കളയിൽ നിന്ന് കറി എടുത്തുകൊണ്ട് വരുമ്പോൾ സുനന്ദ തടഞ്ഞിട്ട് കോഴിയാണെന്ന് ചോദിക്കും. ഇത് കേട്ടിട്ട് നികേഷ് പറയും സുഭാഷ് ഏട്ടൻ കോഴിയല്ല, പക്ഷേ സുനന്ദ കോഴിയാണെന്ന് പറയും. അവള് അതിൽ നിന്ന് ഒരു പീസ് എടുത്ത് കഴിച്ചിട്ട് പറയും ഓ സൂപ്പർ, ഇനി അടുത്തത് നമ്മുടെ കല്യാണമാണോ നടക്കാൻ പോകുന്നത്, അതുകൊണ്ടാണോ എല്ലാ കല്യാണവും ഇങ്ങനെ മുടങ്ങുന്നത്. ഇത് കേട്ടിട്ട് പുറത്തുനിന്ന് അച്ഛൻ പറയും ഒരു വിറക് കൊള്ളി ഇങ്ങോട്ട് എടുക്കടാ, അവളുടെ തല തല്ലി പൊളിക്കട്ടെ എന്ന് പറയും. ഇത് കേട്ടിട്ട് അയ്യോ മാമ വേണ്ടാന്ന് പറഞ്ഞിട്ട് സുനന്ദ അവിടുന്ന് ഓടുകയാണ്. അരുൺ വിളിച്ചിട്ട് അച്ഛൻ അങ്ങോട്ട് വരികയാണ്. അച്ഛനോട് അരുൺ പറയും നിധിക്ക് ഈ കല്യാണം തീരെ താല്പര്യമില്ലെന്ന് പറയും. ആ സമയത്ത് സൂര്യയും അമ്മയും കൂടി അങ്ങോട്ട് വരികയാണ്. അവർ ഷോപ്പിങ്ങിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ സംസാരിക്കും. അച്ഛൻ നിധിയെ കാണാൻ പോകുമ്പോൾ സൂര്യയുടെ അമ്മ പറയും ഒരു ദിവസം മകളെ കാണാതായപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ലല്ലോ, ഇനി തിരഞ്ഞ് ഓസ്ട്രേലിയയിലേക്ക് വരുമോ. ചോറ് കഴിക്കുന്നതിനിടെ അവർ സുനന്ദയുടെ കാര്യം ചർച്ച ചെയ്യാണ്. സുഭാഷിനോട് പറയും സുനന്ദേച്ചിക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ കല്യാണം അങ്ങ് നടത്താമെന്ന് പറയും. സുഭാഷ് പറയും എനിക്ക് സുനന്ദയുടെ യാതൊന്നുമില്ല, എനിക്കവള് നിങ്ങളെപ്പോലെ തന്നെ. അച്ഛൻ വന്ന് നിധിയോട് സംസാരിക്കാൻ തുടങ്ങും തന്നെ നിധി കരഞ്ഞുകൊണ്ട് പറയാണ് എനിക്ക് കല്യാണം വേണ്ടച്ചാ. ആരും പറയും കേട്ടില്ലേ, ഇതാച്ചാ പല്ലവി. നിധി ഇങ്ങനെ വിഷമങ്ങൾ ഓരോന്ന് പറയുമ്പോഴൊക്കെ അച്ഛൻ അതിനെയൊക്കെ ചിരിച്ചു തള്ളുകയാണ്. അച്ഛൻ അതിനെ ന്യായീകരിച്ച് ചോദിക്കും മോൾക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞാൻ ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ. ഈ പറഞ്ഞതൊന്നും കല്യാണം വേണ്ടെന്ന് വെക്കാനുള്ള ഒരു കാരണമല്ല. നിധി എന്തൊക്കെ പറഞ്ഞിട്ടും അവളുടെ വിഷമോ അവർക്കാർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. സൂര്യ ഇത് കണ്ടിട്ട് ചോദിക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിധി എന്തിനാ കരയുന്നതെന്ന് ചോദിക്കും. അച്ഛൻ പറയേ ഒന്നുമില്ല, ഇനി കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഓസ്ട്രേലിയയിലേക്ക് വരുന്ന കാര്യം ഓർത്തിട്ട് അവൾ കരയാന്ന് പറയും. നിധി പറയും അല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ പറ്റി ഒന്നും അറിയാതെ കല്യാണം കഴിക്കുന്നതുകൊണ്ടാന്ന് പറയും. സൂര്യയ്ക്കും ഇനി എന്താ അറിയാനുള്ളത്, എൻ്റെ പേരറിയാം, എൻ്റെ ക്വാളിഫിക്കേഷൻ അറിയാം, ഒക്കെ അറിയില്ലെന്ന് ചോദിക്കും. പിന്നെ സൂര്യ സ്വത്തിൻ്റെ കാര്യവും വീടിൻ്റെ കാര്യവും ടൂറ് പോകുന്ന കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ്. പക്ഷേ ഇതൊന്നും നിധിയെ സന്തോഷിപ്പിക്കില്ല എന്ന് അവന് മനസ്സിലാവുന്നില്ല. അച്ഛൻ പറയും അരുൺ ഫോൺ വിളിച്ചപ്പോൾ ഞാൻ വെറുതെ പേടിച്ചു, ഇത്ര നിസ്സാര കാര്യത്തിനാ നീ കരഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞില്ല. രാവിലെ സുധി ഇങ്ങനെ കാറ് തുടച്ചുകൊണ്ടിരിക്കുക. അതുവഴി പോകുന്ന സൂര്യ പറയും ഒന്ന് അമർത്തി തുടയ്ക്കടാ, അതിന് വേദനിക്കൊന്നുമില്ല. സുധി പറയും ഓ നേരത്തെ തുടച്ചപ്പോൾ കാറൊന്നും കരഞ്ഞായിരുന്നു. ഇതാദ്യം സൂര്യ കേൾക്കില്ല. പിന്നെ സൂര്യയ്ക്ക് എന്താ എന്താ പറഞ്ഞേ. സുധി പറയും നേരത്തെ തുടച്ചത് നന്നായിട്ടായിരുന്നു എന്ന് പറഞ്ഞതാ. നിധിയുടെ അച്ഛനൊക്കെ അവിടെ ചായ പിടിക്കാതിരിക്കുന്ന സമയത്ത് സൂര്യ പറയും നിധി ഒന്ന് വിളിക്കാമോ, എല്ലാവരും മുന്നേ വെച്ച് നിധിയോടെ ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അവരൊക്കെ ജസ്റ്റ് ഒന്ന് പേടിക്കും. അപ്പോൾ അവൻ പറയും ഏയ് പ്രശ്നമൊന്നുമില്ല. നിധി അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ സൂര്യ പറയും കല്യാണം കഴിഞ്ഞാൽ 1 മാസത്തിനുള്ളിൽ നിധിയെ ഞാൻ ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുപോകും. അതിനൊരു പ്രശ്നമുണ്ട്, രജിസ്ട്രേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിന് ശേഷം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. സൂര്യ പറഞ്ഞിരുന്നത് ഇപ്പം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ തന്നെ നിധിക്ക് പേടിയാവും. സൂര്യ അച്ഛനോടും അരുണിനോട് പറയും അതിന് സഹായിക്കാൻ പറ്റിയ ആരെങ്കിലും രജിസ്റ്റർ ഓഫീസിലുണ്ടോയെന്ന്. അരുൺ പറയും ഞാൻ അറിയുന്ന ഒരാളുണ്ടെന്ന് പറയും. ആ സമയത്ത് അയൺ ചെയ്ത ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സുധി അകത്തേക്ക് വരികയാണ്. സൂര്യ നിധിയോട് ചോദിക്കും പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടോ കയ്യിലെന്ന് ചോദിക്കും. നിധി പറയില്ലാന്ന്. അതിനെ ചൊല്ലി സൂര്യ നിധി കൂടി അവിടുന്ന് ആർഗ്യുമെൻ്റ് ഉണ്ടാവുകയാണ്. ചേച്ചി സുധിയോട് പറയും ഡ്രൈവർ വണ്ടി എടുത്തോ, ഒന്ന് സ്റ്റുഡിയോ വരെ പോകണമെന്ന് പറയും. കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുധി ചോദിക്കും സ്റ്റുഡിയോയിലേക്കല്ലേ, ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ, ഇപ്പോൾ എത്തുമെന്ന് പറയും. നിധി പറയും അടുത്തുള്ളതൊന്നും വേണ്ട, കുറച്ച് ദൂരമുള്ളത് മതി, പതുക്കെ എത്തിയാൽ മതി. സുധിയാണെങ്കിൽ നിധിയോട് ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. നിധിയുടെ വീട് നിൽക്കുന്ന സ്ഥലം പറയുമ്പോൾ സുധി പറയും പണ്ട് ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ, അവിടുത്തെ ക്ഷേത്രത്തിൽ എന്നൊക്കെ പറയും. അവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് ചിതൽ എന്ന് പറയുമ്പോൾ ഇത് കേട്ടിട്ട് നിധി ചിരിക്കുകയാണ്. ചിതലും പ്രാണിയൊന്നുമല്ല, ചിതറാൾ. സുധി വയ്ക്കും എപ്പോഴും ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നൂടെ, ചിരിച്ചോണ്ടിരിക്കുന്നത് കാണാനാ ഭംഗി. നിധി ഇങ്ങനെ മനസ്സ് പറയും ഇയാളെന്താ ഈ കണ്ണാടിയിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണോ. സുധി ഇങ്ങനെ പിന്നെ ഓരോ തമാശകളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിധി ചോദിക്കും നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇത് കേട്ട് സുധി അറിയും അയ്യോ ഇഷ്ടമാകുന്നില്ലെങ്കിൽ പറയണം കേട്ടോ, പിന്നെ സംസാരിക്കില്ല എന്ന് പറയും. നിധി ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ചിരിക്കുകയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് സുധി ചോദിക്കും നിങ്ങളുടെ ലവ് മാരേജ് ആണോ. നിധി ചോദിക്കും ഞങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ. സുധി അറിയില്ല, കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണല്ലേ, വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണല്ലേ. ഇത് കേട്ടിട്ട് നിധി ചോദിക്കും എന്നാര് പറഞ്ഞു. സുധി പറയും മുഖം കണ്ടാൽ എനിക്ക് അറിഞ്ഞൂടെ. നിധി പക്ഷേ ഒന്നും മിണ്ടില്ല. സുധി ഇങ്ങനെ മനസ്സ് പറയും അത് ശരി, അപ്പോൾ ഇഷ്ടമില്ലാത്ത വിവാഹമാണെന്ന് ഉറപ്പായി.